കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ഉറപ്പായും കരയും, ആരായാലും കരഞ്ഞു. എന്തോ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കരഞ്ഞു. ഒന്നും പറയാനില്ല. പൃഥ്വിരാജിനെ കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സീന് വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി പടം, കണ്ണ് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. അടിപൊളി. പൃഥ്വിരാജിനെ കൊണ്ടല്ല ഇങ്ങനെ ഒരു സിനിമ വേറെ ആരെ കൊണ്ടും അഭിനയിക്കാൻ പറ്റില്ല. അതേപോലെ ചെയ്തിട്ടേ പൃഥ്വിരാജ്. സൂപ്പർ പടം. പിന്നെ അതൊന്നും പറയേണ്ട കാര്യം. ഞാൻ സാധാരണ പടങ്ങൾ കണ്ടിരിക്കാറില്ല. സൂപ്പർ പടമാണ്. എനിക്ക് പ്രതീക്ഷയും കൂടുതലുണ്ട്. സൂപ്പറായിട്ടുള്ള പടമാണ്. സൂപ്പറായിട്ട് വിജയിക്കും. നല്ല നല്ല പടമാണ്. പൃഥ്വിരാജിന് അവാർഡ് വരെ കിട്ടും. കരഞ്ഞില്ല. ഞാൻ ഫുൾ സ്റ്റോറി ഇത് നിന്ന് അതിനകത്ത് നല്ല ആഴത്തിൽ മനസ്സിലാക്കിയ നല്ല പടമാണ്. അതിൽ നല്ല വർത്താണ്. സൂപ്പറാണ്. അടിപൊളി അടിപൊളി. നാഷണൽ ഓസ്കാറായിട്ട് സാധ്യതയുണ്ട്. ഓസ്കാർ കിട്ടും. ഒരു രക്ഷയില്ല. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഈ പടം കണ്ടേ? ഇഷ്ടപ്പെട്ടോ? നല്ലതാ. അടിപൊളി പടം. നല്ല പടമാണ്. ഓസ്കാർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓസ്കാർ നോമിനേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള പടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. നല്ലൊരു ബ്ലസ്സി ചിത്രം. സൂപ്പർ സിനിമ. ആ ഒരു കാഴ്ച പ്രമരം പോലെയൊക്കെ തന്നെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഗുഡ് മൂവി. കരഞ്ഞു പോയോ? കണ്ണു നിറയും ക്ലൈമാക്സിൽ. ഒന്നും പറയാനുള്ള നാഷണൽ അവാർഡ് ഉറപ്പാണ്. പൃഥ്വിരാജിന്റെ അടിപൊളി സിനിമയാണ്. പൃഥ്വിരാജിന്റെ വളരെ മികച്ച പ്രകടനമാണ്. അതിപ്പോൾ ഏത് രീതിയിലായാലും സൗണ്ട് വോയിസ് മോഡുലേഷൻ ആയാലും ശരി, അഭിനയായാലും ശരി, തികച്ചും വളരെ മികച്ചൊരു പ്രകടനം പൃഥ്വിരാജ് കാഴ്ചവെച്ചാണ്. എല്ലാവരും ചിത്രം എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഭയങ്കര ഒരു ഫീലാണ് നമുക്കത് കാണുമ്പോൾ. നമുക്ക് ആ ഒരു നെഞ്ചിൽ തന്നെ നമുക്കൊരു വെയിറ്റ് തോന്നിക്കും അഭിനയം കാണാൻ. ശരിക്കും അത്യാവശ്യം കൊള്ളാറുണ്ട്. കുഴപ്പമില്ല. കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ട്. രാജുവേട്ടൻ നമ്മൾ കഷ്ടപ്പെട്ട കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് പോസ്റ്ററൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അത് നമുക്ക് രാജുവേട്ടൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയിട്ടില്ല. സൂപ്പർ മൂവി ആയിട്ടുണ്ട്. ഡെഡിക്കേഷൻ സൂപ്പർ. ബോഡി ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ് കാണിക്കുന്നുള്ള മെലിഞ്ഞിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ മൂവി. ഡെഡിക്കേഷൻ ആണ് ആള് ചെയ്തിരിക്കുന്നത്. ലൈഫില് ഇത്രയും ഡെഡിക്കേഷൻ വേറെ ആരും ചെയ്തിട്ടില്ല. ഈ ഫിലിമിന് വേണ്ടി ഒരിക്കലും ആരും ചെയ്തിട്ടില്ല. അത്ര ഡെഡിക്കേഷൻ ചെയ്തിരിക്കണേ. ബോഡി ട്രാൻസ്ഫോർമേഷൻ. ഡയറക്ടർ അടിപൊളിയാണ്. പുള്ളിയുടെ ഡ്രീം പ്രൊജക്ട് ആണ് ഇത് സംഭവം. അത് അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മൾ തീരുമാനിക്കണല്ലോ. അത് ക്വാളിറ്റി ഉണ്ട് പടം. രാജുവേട്ടൻ ഡെഡിക്കേഷൻ അടിപൊളിയായിട്ടുണ്ട്. ബെസ്റ്റ് പടം. പുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ആ ബോഡിയുടെ ഇത് ഒന്നും പറയാനില്ല. നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. മറ്റേ പൃഥ്വിരാജിനെ മറ്റേ കടലിലൊക്കെ പോകുമ്പം അപ്പൊ നല്ല കരഞ്ഞു. ശരിക്കും ഞാൻ കരഞ്ഞു പോയായിരുന്നു. നല്ല പടം. നല്ല ഇത് കുറച്ച് സങ്കടമുണ്ട്. നല്ല പടം. പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കരം. ഞങ്ങളിപ്പോ പൃഥ്വിരാജ് ഫാൻസായി. അതായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പം കൂടുതൽ ഇതായി. നീ കാണണമെന്ന് തോന്നണം കണ്ടപ്പോ. അത്രയ്ക്ക് നല്ല പടം. ഭയങ്കരായിരുന്നു. ആ പാമ്പ് വന്നത് അതിന്റെ ഭയങ്കര ഇതാ കട്ടിക്കണ പൃഥ്വിരാജ് ഭയങ്കര ഇത് അഭിനയം. സങ്കടം വന്നു. കരഞ്ഞു പോവാതെ മനുഷ്യനായ എന്തായാലും കരയും. ഉറപ്പാ. പൃഥ്വിരാജ് ഞെട്ടിക്കേ വേറെ ലെവലാ. മലയാളത്തിലില്ല ഇങ്ങനത്തെ ഒരു നടയില്ല. ഇത്രയും സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരാള്. കണ്ടുപഠിക്കണം നമ്മളൊക്കെ എന്തായാലും പൃഥ്വിരാജിന് എല്ലാ അർത്ഥത്തിലും. 16 വർഷത്തെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ്. പിന്നെന്താ, അതെന്തായാലും ബ്ലിസ്സറിന് എന്തായാലും അവാർഡ് നമുക്ക് ഓസ്കാർ പ്രതീക്ഷിക്കാം. കാരണം അത്രയും ആള് സൂപ്പർ ആയിട്ടുണ്ട്. സിനിമയുടെ കഥ വായിച്ചിട്ടുണ്ട്? ഞാൻ വായിച്ചിട്ടില്ല. കാരണം ഇനി വായിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മുന്നേ വായിച്ചിട്ടില്ല. അത് ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താന്നുള്ളത്. ദുബായിൽ ഒരുപാട് വർഷം ജീവിച്ചവർ. ഞാൻ ഫസ്റ്റത്തെ വെക്കേഷൻ വരുന്നത് 3 വർഷം 7 മാസം ശേഷമാണ്. എന്റെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. കാരണം അത്രയും ആ എടുത്തേക്കണ അവിടുത്തെ ഇതൊക്കെ ഉണ്ടല്ല, അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു 21 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ എനിക്കപ്പോ അതിന്റെ ആ ഒരു ഇത് അതെ കേൾക്കാൻ പറ്റും. സൂപ്പറായിട്ടുണ്ട് ഏതായാലും സിനിമ. പൃഥ്വിരാജിനും ബ്ലസ്സിക്കും അഭിനന്ദനങ്ങൾ. റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ 2004 മാർച്ചിൽ പോയതാണ്. ഞാനൊരു ലേബറായിട്ട് പോയതാണ്.
അപ്പൊ അതുകൊണ്ട് ഞാനും ഒരുപാട് ഇതിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഇതേപോലെ എന്നല്ല, ഞാനൊരു കമ്പനിയിലാണ് പോയത്. പക്ഷെ ഒരു 3 വർഷം 8 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വെക്കേഷൻ വരുന്നത്. അപ്പൊ എന്നായിട്ട് ഒരുപാട് ഇതാവുന്ന ഒരു സിനിമയാണ്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പടം. ഒരുപാട് കാത്തിരുന്ന് ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് നാൾ കാത്തിരുന്നതായിരുന്നു. അപ്പോൾ അതിൽ പൃഥ്വിരാജ് സ്ട്രഗിൾ ചെയ്തതൊക്കെ നമുക്ക് ശരിക്കും ആ എഫർട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ആ ഓരോ ബോഡി ലാംഗ്വേജ് ആയാലും ആക്ഷൻസ് ആയാലും എന്താ പറയുക, പൃഥ്വിരാജ് കരയുമ്പോൾ ശരിക്കും നമ്മൾ അതിൽ കൂടി ഇൻവോൾവ് ആവാം. നമ്മൾ ബ്ലസ്സി പറഞ്ഞതുപോലെ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം നേരിട്ട ഓരോ കാര്യങ്ങളും നമ്മളൂടി മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള പടം തന്നെയാണ്.